ഇത് നമ്മുടെ ഗ്രീൻ പീസാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ റോഡിൽ കൂടെ പോയപ്പോൾ അതിങ്ങനെ വെറുതെ ഉണ്ടായി ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. ആർക്കും വേണ്ട. അത് ഉണങ്ങി നിൽക്കുകയാണ്. അതാ കണ്ട ഉണങ്ങിയ പോർഷൻസ്, ഇത് ഉണങ്ങിയ പയറുകൾ അതിൽ കാണാം. ഞാൻ അവിടെ നിന്ന് ഇതിൻ്റെ വിത്ത് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പറിച്ചായിരുന്നേ. പിന്നെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ എന്ന് ഓർത്താണ് ഞാനിത് പറിച്ചത്. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അത് വച്ചു. പിന്നെ അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നേ. നല്ല ഒത്തിരി നിൽക്കുന്നുണ്ട്. ആ ഒരു ചെടി നിറയെ ഗ്രീൻ പീസ് ആയിട്ടിങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു ചെടിയുണ്ട്. ഒരാൾ പോലും അത് പറിക്കുകയോ ഒന്നുമില്ല, വെറുതെ ഉണങ്ങി ഇങ്ങനെ താഴെ വീണ് പോവുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. എന്തുമാത്രമാണെന്നറിയാമോ, അതിലൊരു 3-4 കിലോയിൽ കൂടുതൽ ഗ്രീൻ പീസ് ഇങ്ങനെ പച്ചയും ഉണങ്ങിയതൊക്കെ ആയിട്ട് നിൽക്കണ്ട. ആർക്കും വേണ്ട കേട്ടോ. ഞാനതിൻ്റെ 2-3 വിത്ത് എടുത്തോണ്ടിട്ടുണ്ട്, നട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പിടിക്കോ ഇല്ലേന്ന് അറിയില്ല. അതുകൊണ്ട് എല്ലാം ഉണങ്ങി നിറയെ ഉണ്ട്. ഒരു വേലിക്കെട്ടിൻ്റെ അകത്താണ്, പക്ഷെ അത് പുറത്തേക്കാണ് അതിൻ്റെ പയറ് മുഴുവൻ. പക്ഷെ ആർക്കും വേണ്ട കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പറിച്ച്, പ്രത്യേകിച്ച് മലയാളികൾ, നമ്മളത് പറിച്ച് നോക്കും എന്താണ് ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നമുക്കത് ഒരു ആവശ്യമുണ്ടായിട്ടല്ല, എന്നാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ. ഒരു പാക്കറ്റ് ഗ്രീൻ പീസിന് 15-20 രൂപ കൊടുത്ത് ഒരു ചെറിയ പച്ച കളറിലെ പാക്കറ്റ് കിട്ടും. പക്ഷെ അങ്ങനെയല്ല, നമുക്കിതൊന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകളാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത് കൊണ്ടും കൂടി ഞാനത് ഇഷ്ടപ്പെട്ടതുകൊണ്ടും പറിച്ചെടുത്തതാണ്. നോക്കി എന്തുമാത്രം നിറച്ച് നോക്കി. ഉണങ്ങിയതുണ്ട്, പച്ചയുണ്ട്, മൂത്തതുണ്ട്, ഒത്തിരി ഉണ്ട്. അപ്പോൾ കുറേ ഞാൻ പറിച്ചു. ഞാൻ എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ലൈക്ക് തരാൻ മറക്കണ്ട.